ആദ്യം തന്നെ പോകുന്നത് ഒരു അത്ര സുഖകരമായ ഒരു വാർത്തയിലേക്കല്ല, ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ്. അമേരിക്കയിലെ മിഷിഗണിൽ പള്ളിയിൽ വെടിവയ്പുണ്ടായി 4 പേർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. പള്ളിയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. അമേരിക്കയിലെ ആരാധനാലയങ്ങൾക്ക് സുരക്ഷയും വർദ്ധിപ്പിച്ചു. അഖില CP ആണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നമുക്കൊപ്പം ചേരുന്നത്. അഖില, ഗുഡ് മോർണിംഗ്. ഈ വെടിവയ്പുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഇതിലെന്തെങ്കിലും ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? എന്തെങ്കിലും ഭീകരബന്ധമുണ്ടോ? എന്താണ് വിവരങ്ങൾ? സേതു, അമേരിക്കയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വെടിവെപ്പാണ് എന്ന് നമുക്കിതിനെ പറയാം. കാരണം 4 പേർ മരണപ്പെട്ടിരിക്കുന്നു, 8 പേർക്ക് പരിക്കുണ്ട്. മാത്രമല്ല, ഒരു പള്ളിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ വെടിവെപ്പിന് ശേഷം അക്രമിയായിട്ടുള്ള ആള് ഈ പള്ളിക്ക് തീ ഇടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ ഈ ഭീകരബന്ധം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അമേരിക്കൻ പോലീസ് പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഈ 8 മിനിറ്റ് പള്ളിയുടെ മുൻഡോറിലെത്തി ഉടനെ വെടിവെപ്പ് നടത്തുകയായിരുന്നു. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് അനേകം വിശ്വാസികൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മോർമൻ വിശ്വാസികളുടെ പള്ളിയിലാണ്, മോർമൻ ക്രിസ്തീയ വിശ്വാസികളുടെ പള്ളിക്ക് നേരെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പള്ളിയിലുള്ള സമയത്താണ് വെടിവെപ്പ് ഉണ്ടായത്. വെടിവെപ്പിന് ശേഷം ഈ അക്രമി തീയിടുകയും ചെയ്തു. അതാണ് ഇപ്പോൾ മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നത്. ഈ തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന് പറയുന്ന 40-കാരനാണ് വെടിവെപ്പ് നടത്തിയത്. മാത്രമല്ല, ഒരു 8 മിനിറ്റിന് ശേഷം പോലീസിന് സംഭവം നടന്ന ഒരു 8 മിനിറ്റിന് ശേഷം പോലീസുമായിട്ടുണ്ടായിരുന്ന വെടിവെപ്പിൽ ഇയാൾ മരണപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇയാളുടെ പശ്ചാത്തലം ഏത് തരത്തിലുള്ള എവിടുന്നാണ്, അല്ലെങ്കിൽ ഇയാളുടെ മറ്റു പശ്ചാത്തലങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയിലെ ആരാധനാലയങ്ങൾക്കെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വിശ്വാസികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം, ഈ പ്രതിയുടെ പശ്ചാത്തലം അറിയുന്നതോടെ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ചെയ്തു. ഓക്കെ അഖില, ശരി. അമേരിക്കയിലാണ് പള്ളിയിൽ വെടിവയ്പുണ്ടായത്. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇപ്പം ഈ സംഭവത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു നടന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഇത് നോക്കാം, ഇത് എന്തെങ്കിലും ഭീകരബന്ധം, എന്തെങ്കിലും ആസൂത്രണമുണ്ടോ, ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്താണെന്നൊക്കെ അറിയുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്.